പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി കൂട്ടായ്മയിൽ കൂടിച്ചേരുവാൻ കർത്താവ് നമ്മളെ പ്രത്യേകം വിളിച്ചു. കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു. നമുക്ക് കർത്താവിന് ഒരുപാട് നന്ദി പറയാം. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടതാണ് നമുക്ക് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ വേണ്ടി സാധിക്കുന്നത്. വലിയൊരു കൃപയുടെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് തരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ വചന ശുശ്രൂഷകൾ ഒരുമിച്ച് കൂടുമ്പോൾ, അതുപോലെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇടവുകൾ ചില പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളറിയാത്ത ഒരു അൺസീൻ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു സംഭവം നിങ്ങളോട് പറയാം എന്ന് കരുതുകയാണ്. അതുതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയർലൻഡിൽ നോക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേർക്ക് അത് കേട്ട് പരിചയം ഉണ്ടാവും. വിദേശങ്ങൾ അവിടെ പോയിട്ടൊക്കെ ഉള്ള ഒരാൾക്കാരുണ്ടാവും. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു ശുശ്രൂഷ എനിക്ക് അവിടെ പോകാൻ വേണ്ടി ഒരു സാധ്യതയുണ്ടായി. അവിടെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, അവിടെ വിശുദ്ധനായൊരു വൈദികൻ, ആ വൈദികൻ ഇടവചനത്തോട് പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടാൻ വേണ്ടിയിട്ട്, ശുദ്ധീകരണ പുറത്തെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടാൻ വേണ്ടി 100 ദിവസത്തേക്ക് നിയോഗം വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണെന്ന് ഈ വൈദികൻ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഇപ്പോൾ സോളമൻ പഴയ നിയമത്തിൽ 1000 ദഹനബലി അർപ്പിച്ചതുപോലെ. അപ്പോൾ ആൾക്കാർക്ക് നല്ല സന്തോഷം, ആൾക്കാർ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. അങ്ങനെ 100 വിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈ വൈദികനും ആ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളും പുറത്തിറങ്ങി, പള്ളിയുടെ പുറത്തിറങ്ങി. അങ്ങനെ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ ആ മുറ്റത്ത് കാണുന്നൊരു കാഴ്ച ഇതാ, പരിശുദ്ധ അമ്മ, വിശുദ്ധ യൗസേപ്പ് പിതാവ്, യോഹന്നാൻ ശ്ലീഹ, ലാംബോ ഗോഡ്, അതേപോലെ തന്നെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ ഇവരെല്ലാം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. നിങ്ങൾ രംഗൊന്ന് ഭാവനയെ കണ്ടേ. കുർബാന കഴിഞ്ഞ് അച്ഛനും അയൽവക്കാരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച, പരിശുദ്ധ അമ്മ, മുറ്റത്ത് യൗസേപ്പ് പിതാവ്, യോഹന്നാൻ ശ്ലീഹ, ലാംബോ ഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എളുപ്പം ഒരു കുഞ്ഞാടിൻ്റെ ചിത്രം കണ്ടില്ല, ഒരു കുരിശങ്ങനെ പിടിച്ചിട്ട് വിശുദ്ധ കുർബാനയുടെ പ്രതീകം, പിന്നെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി. അപ്പോൾ ഞാനത് അവിടെ ആൾക്കാരൊക്കെ വിവരിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നെറ്റിലൊക്കെ ഷെയർ ചെയ്ത് അതൊന്ന് ഉറപ്പാക്കി. അവൾ പരിശുദ്ധ അമ്മ ഭൂമിയിൽ നിന്ന് ഒരു അല്പം ഉയർന്നു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ 15ഓളം പേര് അതിന് വിറ്റ്നസ് നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-30 വർഷത്തെ പഠനത്തിന് ശേഷമാണ് വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് ആ ഒരു പ്രത്യക്ഷീകരണം അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കൂർ ഈ ഒരു അപ്പാരിഷൻ അങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ദൈവാരാധന നടത്തുമ്പോൾ നമ്മൾ ശരിക്കും പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാന എഴുന്നേൽച്ച് ആരാധന നടത്തി പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷകൾ നടത്തുമ്പോൾ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണാത്ത ഒരു ലോകമുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും അവിടുത്തെ പ്രതിഷ്ഠീകരണം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ലാംബോക്ക് വിശുദ്ധ കുർബാന പ്രതീകമാണ്. അവിടെ പിന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, പൗരോഹിത്യത്തെക്കുറിച്ച് യോഹന്നാനിൽ അത് പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ അമ്മയും യേശുപിതാവ് കുടുംബത്തിൻ്റെ പ്രതീകം. പിന്നെ നോക്കുന്ന വലിയൊരു തീ അഭിഷേകം പൊട്ടി പുറപ്പെടുക. ഇങ്ങനെയുണ്ട് സഹോദരൻ. ഞാൻ ഓർക്കാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടാൽ നമുക്ക് കരച്ചിൽ വരും. അതുപോലെ ഒരു ദൈവിക ഇടപെടൽ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് 2 ഇരട്ട പെൺകുട്ടികളാണ്. ഈ 2 കുട്ടികൾക്കും 8 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 2 പേരുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? 2 പേരുടെയും കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷെ 8 വർഷമായിട്ട് 2 മക്കൾക്കും കുട്ടികളുണ്ടാകുന്നില്ല. ഇതിൻ്റെ അത് ഒരു കുട്ടി ഗർഭിണിയായി 4 മാസമായപ്പോൾ ഇവളുടെ ഒരു ട്യൂബിൽ കംപ്ലൈൻറ്റ് വന്ന് ആ കുട്ടി നഷ്ടപ്പെട്ട്, അതോടുകൂടി ഡോക്ടർമാർ പറഞ്ഞ് ഈ മറ്റേ ട്യൂബിനും കംപ്ലൈൻ്റാണ്, ഇനി ഒരിക്കലും ഈ കുട്ടി പ്രസവിക്കില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയായി. ഞാൻ അങ്ങനെ എൻ്റെ അടുത്തുള്ളൊരു വീട്ടിലൊരു കാർത്തികൻ ചേട്ടൻ പറഞ്ഞ്, എടാ നീ ഒന്ന് അട്ടപ്പാടി പോടാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ ഒരു മകളുമായിട്ട് ഇവിടെ വന്ന് 2016 ജനുവരി ആദ്യ വെള്ളിയാഴ്ച ആണ് ഇവിടെ വന്നത്. 2016 ജനുവരി ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ പങ്കുചേർന്ന്. അപ്പം ഞാനും മകളും ഉണ്ടായിരുന്നു, മകളുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പം അവിടെ അപ്പുറത്ത് വെച്ചാണ് താഴത്ത് വെച്ച് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വഴി 10-15 ഒരു നല്ലൊരു സൗന്ദര്യ സ്ത്രീ ഇങ്ങനെ ഒരു 20 അടി പൊക്കത്തിൽ നിൽക്കുന്നു. സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ വചന ഹാളിൽ ഇവർ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10-15 എന്ന് പറഞ്ഞാൽ 10-15 എന്ന് പറഞ്ഞ ദേശങ്ങൾ നമ്മൾ സ്തുതിപ്പൊക്കെ കഴിഞ്ഞ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പ് സ്തുതിപ്പ്, ആ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ദൈവിക സാന്നിധ്യങ്ങളും മാതാവിൻ്റെ സാന്നിധ്യവും യൗസേപിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാവും. ആ സമയത്ത് 10-20 അടി ഉയരമുള്ള പരിശുദ്ധ അമ്മയുടെ രൂപം അല്ലേ, ഒരു സൗന്ദര്യവതിയായ 10-20 അടി ഉയരത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നതായി ഈ സഹോദരന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ ഞങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കണ്ടില്ല, അവരാരും കണ്ടില്ല, ഈ ചേട്ടൻ മാത്രം കണ്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഒരു 11-12 മണിയായി. അപ്പോൾ ഭാര്യയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ തിരികെ ഇരുന്നിച്ച് നമ്മുടെ മക്കൾക്ക് കുട്ടികൾ എനിക്കെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതൊന്നും അറിയാമെന്ന് പറഞ്ഞ്, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ്. അപ്പം വീട്ടിലെ അകത്ത് വാതിലെ ഡോറിൻ്റെ വാതിലെ മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ഇവിടെ ഇന്നലെ ഒരു 10 മണി കഴിഞ്ഞ് രാവിലെ 10 മണി 20 മിനിറ്റ് ആയപ്പം ഇവിടെ മാതാവും കുഞ്ഞും വന്ന് നിൽക്കുകയായിരുന്നു പറഞ്ഞ്. ഈ ചേട്ടൻ ഇവിടെ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചേട്ടന് പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് വീട്ടിൽ നാട്ടിലിരുന്ന ഈ ചേട്ടൻ്റെ ഭാര്യയുടെ അടുത്തും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കും അട്ടപ്പാടി വെച്ച് എനിക്കും പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ എനിക്കെന്ന് പറഞ്ഞ്. ഇപ്പം എൻ്റെ 2 മക്കൾക്കും ഒരാൾക്ക് ഇരട്ട കുട്ടികളാണ്, റാഹേലും റാഫേലും. ഒരാളുടെ പേര്, മറ്റേ കൊച്ചിൻ്റെ പേര് ഇമ്മാനുവേലി. അടുത്ത 2ാമത്തെ പ്രസവത്തിനായിട്ട് ഈ മാസം 15-ാം തീയതി അഡ്മിറ്റ് ആക്കണം അവളെ. അപ്പോൾ 2 പേർക്ക് മക്കളെ തന്ന് 2 പേർക്ക് മക്കളായി. ഇവിടെ ധ്യാനം കൂടി പിറ്റേ മാസം ഗർഭിണിയായി. ഇവിടെ വന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പിറ്റേ മാസം ഗർഭിണിയായി. 2 പേർക്ക് മക്കള്. 2 പേര് മക്കളായി. ഞാൻ ഗർഭപാത്രം എടുത്ത് മാറ്റണമെന്നും ഓവറി എടുത്ത് മാറ്റണമെന്നും ട്യൂബ് പൊട്ടിക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഇനി പ്രസവം നിർത്തണമെന്ന് പറഞ്ഞു. ഇനി പ്രസവം നിർത്തുന്ന പ്രശ്നമില്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദൈവം നിങ്ങളവിടെ ഇരിക്കുക. കാരണം എല്ലാ ഡോക്ടർമാരും എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയതാ ഇവർക്ക് 2 പേർക്കും മക്കൾ എനിക്കായിരുന്നു. ഇവർ കാണിച്ച മുഴുവൻ ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാർ ഈ 2 മക്കളെക്കുറിച്ചും ഈ ചേട്ടൻ 2 മക്കളെ കുറിച്ചും ഇവർക്ക് ഇനി കുട്ടികളുണ്ടാവില്ല, ഈ ചേട്ടൻ ഈ കാര്യം പറഞ്ഞ് ചികിത്സയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞു വിട്ടതാണ്. എനിക്ക് ചേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പവർ ഞാൻ അത്രയ്ക്ക് അനുഭവിച്ച് ശരിക്കും 2 പിള്ളേർക്ക് മക്കളില്ലാതെ വരുമ്പോഴേ എന്തെല്ലാം കുത്തുവാക്കുകളായിരിക്കും നമ്മുടെ പാർട്ടികളെല്ലാം കൂടി പറയണത്. ശരിയല്ലേ?
അത്രയ്ക്കും അനുഭവിച്ചു എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു നല്ല ബുദ്ധിമുട്ടാണ്. മൈക്കിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ശരിക്കും ഞാൻ അനുഭവിച്ചു. നല്ല ശരിക്കും അത്രയും വിഷമായിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ചാടി എഴുന്നേക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് സമയം കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, അവിടെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും, യേശുദൈവ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, തോമാസ് ലേഖയുടെ സാന്നിധ്യം ഉണ്ടാകും, വിശുദ്ധന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പേരിനുകാരർക്ക് വിശുദ്ധർ പ്രത്യേക മധ്യസ്ഥം ഉണ്ടാകും, മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. ഇതെല്ലാം സഭ പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയെ നിങ്ങൾ ഓർക്കുന്നില്ല? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലെ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ശ്രീഹന്മാരുടെ ഓർമ്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവരുടെ സാന്നിധ്യം ആ സമയത്ത് അനുഭവപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി. ഇപ്പോൾ ഇതുവരെ സാധാരണ സ്തുതിച്ചതുപോലെയോ സാധാരണ പ്രാർത്ഥിച്ചതുപോലെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹൃദയം ചേർത്ത് വെക്കണം, അതരം തുറക്കണം, മനസ്സ് തുറക്കണം. എൻ്റെ പ്രിയപ്പെട്ട നമുക്ക് ചുറ്റും വലിയ ഒരു സാക്ഷികളുടെ സമൂഹമുണ്ടെന്നുള്ള ഹെബ്രായത്തിലെ 12 വചനങ്ങളെല്ലാം ഓർക്കണം. ഓരോരുത്തരും പോയി പ്രാർത്ഥിക്കട്ടെ, ഓരോരുത്തരെ സ്തുതിക്കട്ടെ. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം സമൂഹത്തിലേക്ക് നൽകാൻ കഴിവുണ്ട്. ഹല 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 ഹല. അനേക കുടുംബങ്ങളിൽ, അനേക ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും, പരിശുദ്ധങ്ങളുടെ മാധ്യസ്ഥം ഉണ്ടാകും. മകനെ, മകളെ, നീ വിശ്വസിക്കുക. സ്തുതിച്ചോണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ ഇടപെടുന്നു. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവൻ ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെയായവൻ രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കടബാധ്യതയുള്ള കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. അടിമത്തങ്ങൾ അഴിയുന്നു. വലിയ വിശുദ്ധിയുടെ അഭിഷേകം സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. കണ്ണുനീരോടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. പ്രാർത്ഥനാ വരങ്ങൾ ചൊരിയപ്പെടുന്നു. സ്വർഗീയ ദർശനങ്ങൾ നൽകപ്പെടട്ടെ. ആന്തരിക നേത്രങ്ങൾ തുടങ്ങപ്പെടട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുവച്ച് നിത്യാന്തി നിബന്ധിക്കപ്പെടട്ടെ. ശരീരത്തിലെ രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നീ കിടക്ക വിട്ട് എഴുന്നേൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവേ ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന. ഞങ്ങളെ സ്പർശിക്കണ കർത്താൻ, ഞങ്ങളെ തുറന്ന കർത്താൻ, കൃപ ചൊരിയണ കർത്താൻ, ശക്തിപ്പെടുത്തണ കർത്താൻ. ആരാധന, വലിയൊരു നിറവ് തരണ കർത്താൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സന്തോഷത്തോടെ ഇരിക്കാം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് തുടങ്ങാൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമുഖത്തിൽ കേട്ട കാര്യങ്ങളുമാക്കി ബന്ധപ്പെട്ട് ഒരു വിഷയത്തേക്ക് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 25 to 27. അതിന് ആദ്യ ഭാഗം മുതൽ നമ്മൾ വായിക്കുകയാണ്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പോസിൻ്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് തവണ നമ്മൾ വായിച്ചിട്ടുള്ളതും ഒരുപാട് ധ്യാനപ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതുമായ ഒരു തിരുവചന ഭാഗമാണല്ലോ ഇത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ രംഗ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പെസഹ രാത്രിയിൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിൽ കാൽവരി മലയുടെ നെറുകയിൽ അർപ്പിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബലിപീഠമായ വിശുദ്ധ കുരിശിൽ ഈശോ തൂങ്ങിക്കിടന്നുകൊണ്ട് കുർബാന അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയായി മാറുകയാണ്. ബലിയർപ്പണം നടക്കുകയാണ്. അങ്ങനെ ബലിയർപ്പണം നടക്കുന്നതാണ് എൻ്റെ രംഗപശ്ചാത്തലം. അങ്ങനെ ഈ കാൽവരി മലയിൽ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ താഴോട്ട് നോക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് താഴോട്ട് നോക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ കാലിങ്ങനെ പൊങ്ങിങ്ങനെ വേദന സഹിച്ച ശ്വാസകോശ രക്തം കറിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. കാഴ്ച കാണുന്നത് എന്താണ് എൻ്റെ സഹോദരങ്ങളെ? മരണത്തിൻ്റെ വിനാഴികയിൽ പോലും യേശുവിനെ വിട്ടു പിരിയാതിരുന്നവര്. അതിനകത്ത് പരിശുദ്ധ അമ്മയുണ്ട്, യോഹന്നാൻ സ്ലീഹായുണ്ട്, മഗ്ദല മറിയമുണ്ട്, ക്ലോപ്പോസിന്റെ ഭാര്യ മറിയമുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശെന്ന് പറയുന്നത് വിശുദ്ധ ബലിപീഠത്തിൻ്റെയും കൂടെ പ്രതീകമാണ്. ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെട്ട ബലിക്കല്ലെന്ന് പറയുന്നത് വിശുദ്ധ കുരിശാണ്. ഈ കുരിശിനോട് ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. രണ്ടാമത്തെ ഒരു കാഴ്ച, അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അതെന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പരിശുദ്ധ അമ്മ യോഹന്നാനോട് ചേർന്ന് നിൽക്കുന്നു, യോഹന്നാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കണ്ടോണ്ട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. മകനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. മനോഹരമായ വലിയൊരു വെളിപ്പെടുത്തലിന്റെ സമയമാണല്ലോ ഇത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒരു ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ, പരിശുദ്ധ അമ്മയുടെ കൂടെ വിശുദ്ധ ബലിപീഠത്തോട് നീ ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയുടെ കൂടെ നീ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതായത് സ്ലോവാക്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരിക്കലൊരു വൈദികരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ചെന്നു. അങ്ങനെ വൈദികരുടെ ധ്യാനത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഉച്ചയോട് കൂടിയാണ് വിശുദ്ധ കുർബാന അർപ്പണം. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ അച്ഛന്മാർ ഇൻ്റർവെല്ലിൽ വിടുകയാണ്. ആ ഭാഷയിലാണ് ധ്യാനം, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ട്രാൻസ്ലേഷനാണ്. അവൾ പറഞ്ഞ ഒരു കാര്യം, അച്ഛന്മാർ പുറത്ത് പോയി പിന്നെ വെള്ളം കുടിച്ച് മുഖം കഴി ഫ്രഷായി 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭിക്കാം, പുറത്തുനിന്ന് ഫ്രഷായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അതിനകത്ത് അച്ഛന്മാർ കൈ ഉയർത്തിട്ട് പറഞ്ഞു, അവരുടെ ഭാഷയിൽ പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരു 15 മിനിറ്റ് പോരാ, ഒരു അരമണിക്കൂർ വേണം. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും. അവൾ എന്തിനാന്ന് ചോദിച്ചാൽ അവൾ പറയുകയാണ്, ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അത് ഞങ്ങളുടെ രൂപതയുടെ ഒരു നിയമമാണ്. അതിന് ശേഷമേ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ പറയും ഉറപ്പായിട്ടും 100% അവർക്കത് അനുവാദം കൊടുത്തിട്ട് ഞാൻ ചിന്തിച്ച്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് നമ്മുടെ ദേവാലയങ്ങളൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന 7 മണിക്കാണെങ്കിൽ ചട്ടയം കൊണ്ട് കൊടുത്ത അമ്മച്ചിമാരും പ്രായമുള്ള കാരണവന്മാരും ഒക്കെ ഒരു 6:30 പള്ളി വരും. 6:30 പള്ളി വന്നിട്ട് മാതാവിൻ്റെ രൂപത്തിൽ പോയി മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ട് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങിയിട്ടാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ കാരണവന്മാരുടെ മനസ്സിൽ ഇതൊക്കെ ആരാ ഭാഗ്യത്? അതാണ് ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്. സമാപിതാക്കന്മാര്
വിശുദ്ധാത്മാക്കള് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെയുള്ളവര് അവര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്നാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. കാൽവരി മലയുടെ നിറയിൽ മരക്കുരിശിൽ പൊരി വെയിലത്ത് ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെടുന്ന സമയത്ത് ഈ കുരിശിന്റെ ബലിപീഠത്തിന്റെ താഴെ നിന്നുകൊണ്ട് കുരിശ് തൂങ്ങിക്കിടക്കുന്ന തിരുവോസ്തിയിലേക്ക് നോക്കിക്കൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് സ്വന്തം ജീവിതം കൊണ്ട് ആമേൻ പറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ വിശുദ്ധ കുർബാന, ആദ്യത്തെ ബലിയർപ്പണം കാൽവരി മലയുടെ നിറകയിൽ നടക്കുന്ന സമയത്ത് ആ കുർബാനയ്ക്ക് നടുവിലാണ്. ഇപ്പൊ നമ്മൾ വായിച്ചു കണ്ട തിരുവചന ഭാഗത്തിൽ പരിശുദ്ധ അമ്മയെ ലോകത്തിന്റെ നമുക്ക് അമ്മയായിട്ട് കുർബാനയ്ക്ക് നടുവിലാണ് അമ്മയെ തരുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ പഠിപ്പിക്കുന്ന എല്ലാ പഠനങ്ങളും ചേർത്ത് വെച്ചാൽ നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വളരാൻ, പരിശുദ്ധാത്മാവിലേക്ക് വളരാൻ, കൃപയിലേക്ക് വളരാൻ ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചില നഷ്ടപ്പെട്ടു പോയ ശീലങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യ കാലങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് നടന്നു പോയിരുന്ന കാലഘട്ടത്തിൽ ജപമാലയൊക്കെ ചൊല്ലി ഒരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ സംഗതി സമയമാകും ഓടിപ്പടിച്ച് തക്ക് പിടിച്ച് കയറുന്ന പോലെ അല്ലായിരുന്നു ഒരു കാലഘട്ടം. അതുകൊണ്ട് പാരമ്പര്യത്തിലേക്ക് ഉറവിടങ്ങളിലേക്ക് പഴയ കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചു പോകാൻ ദൈവാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും ബഹുമാനവും ആദരവും ഭക്തിയും ഉണ്ടെങ്കിൽ യോഹന്നാൻ ശ്ലീഹ സ്വന്തം ഭവനത്തിൽ സ്വന്തം ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലേക്ക് നമ്മൾ വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അതിന്റെ സൂചന നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 23-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 23, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ ഈ വചനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ ആരെങ്കിലും വചനം അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്, പിതാവ് ആ വ്യക്തിയെ സ്നേഹിക്കും. എന്നിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞങ്ങൾ വി ടുഗദർ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ വചനം അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ച ഒരൊറ്റ വ്യക്തിയുള്ളത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആവാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മളെ പരിശുദ്ധ തൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ചില വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കായുടെ ശേഷം 1-ാമത്തെ അധ്യായത്തിന് 44-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അഭിവാദന സ്വരം ചെവികളിൽ പതിക്കുമ്പോൾ യോഹന്നാനും സ്നാപക യോഹന്നാൻ, എലീശ എല്ലാം പരിശുദ്ധാത്മാവെന്ന് അറിയപ്പെടും. നിങ്ങൾക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചിരുന്ന ഓരോരുത്തരും പരിശുദ്ധാരൂപിയാൽ പൂരിതരായി തീരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞില്ല യോഹന്നാൻ 2-ൽ അവൻ പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് ഈശോയിലേക്ക് അടുപ്പിക്കുകയും വളർത്തുകയും ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വർഗം നിഷേധിക്കാത്ത മധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത്. സ്വർഗം ഒരിക്കലും നോ പറയല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ പലരും വന്ന് പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. എന്താ കാരണം? നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ. എന്നോട് പറയാൻ കാരണം എന്താ? നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടെ ഈശോ കേൾക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഭൂമിയിൽ ആര് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർഗം കേൾക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ്. എന്താ കാരണം? കാരണം സ്വർഗം പറഞ്ഞത് മുഴുവൻ നിറവേറ്റിയവളാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയുള്ളവർക്കൊരു വാഗ്ദാനം ബൈബിൾ നൽകപ്പെട്ടിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനത്തിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 7, നിങ്ങൾ എന്നിൽ വസിക്കുകയും
എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വചനം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റിയതുള്ള പരിശുദ്ധ അമ്മയായതുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു വചനം അവൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. യു കുഡ് ആസ്ക് എനിത്തിങ് വിത്തൗട്ട് എനി കണ്ടീഷൻ. എന്തും ചോദിക്കാം, ഒരു കണ്ടീഷനും ഇല്ലാതെ സ്വർഗ്ഗം അത് അനുവദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ എപ്പിസോഡ് ഈ ഓഗസ്റ്റ് മാസം അവസാനത്തെ ഞായറാഴ്ച എടുക്കാൻ ഒരു കാരണമെന്ന് പറയുന്നത്, സെപ്റ്റംബർ മാസം 1 മുതൽ 8 തീയതി വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 8 നോമ്പിൻ്റെ വലിയൊരു കൃപയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലം എൻ്റെ സഹോദരങ്ങളെ വെറുതെ ഒരു കാലഘട്ടമായിട്ട് കളയരുത്. കാലഘട്ടത്തിൽ മാർപ്പാപ്പ കഴിഞ്ഞ നാളുകൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാർപ്പാപ്പ ലോക സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉപവാസമൊക്കെ എടുക്കാനായിട്ട് ലിയോ മാർപ്പാപ്പ പറയുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ സ്വരം നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ 2 വെച്ച് വ്യാഖ്യാനിച്ചാൽ 4ാമത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ തുടക്കം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കാലായനെ കല്യാണ വിരുന്നിൽ ആകെ പ്രശ്നമാണ്, എല്ലാം തീർന്നല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നിടത്ത് തുടങ്ങുമല്ലേ പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു സംഭവം കൂടെ പറയാം. FCSA കോൺഗ്രിഗേഷൻ പഠിച്ച സിസ്റ്റർ ഒരിക്കൽ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ ഓർക്കാണ്. പിന്നെ ഈ സിസ്റ്റർ മാതാവിനോട് നല്ല ഭക്തിയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ ഒരു ദിവസം എല്ലാ ദിവസവും 4 ജപമാല വെച്ച് ചൊല്ലും. അങ്ങനെ 4ാമത്തെ കൊന്ത രാത്രി കോൺവെന്റിൽ എലിയ പ്രാർത്ഥന കഴിഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ ഒരു വിഷൻ മുമ്പേ കണ്ടില്ലേ, നമ്മുടെ ആ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ അതുപോലെ തന്നെ ദർശനം കാണുന്ന ദർശനം ഇതാണ്. വലിയൊരു മൂർഖം പാമ്പ് ഈ സിസ്റ്ററിനെ വലത് കൈയിൽ കയറി ഇങ്ങനെ ചുറ്റി അതിങ്ങനെ പത്തി വിരിച്ച് സിസ്റ്ററിനെ നേരെ ഇങ്ങനെ നിൽക്കുന്നു. സിസ്റ്റർ പെട്ടെന്നൊരു അങ്കലാപ്പായി, വേഗം വീണ്ടും പ്രാർത്ഥിച്ചു. കൊന്ത എല്ലിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദർശനം കാണുകയാണ്, തൊട്ടടുത്ത പരിശുദ്ധ അമ്മ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഒരു ജപമാലയുണ്ട്. എന്നിട്ട് ഈ സിസ്റ്ററിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ജപമാല ഇങ്ങനെ ഉരുട്ടി കാണിക്കുന്നു. അപ്പോൾ ആ സിസ്റ്ററിന് കുറച്ച് സമാധാനമായി. എന്തായാലും ആ ജപമാല എല്ലാം കഴിഞ്ഞ് മുറിയിൽ ചെന്ന് കിടക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത് മുറിയ സിസ്റ്ററാണ്. ആ സിസ്റ്റർ കുറച്ച് ശുശ്രൂഷകൾക്കൊക്കെ പോകുന്നൊരു സിസ്റ്ററാണ്. ആ സിസ്റ്ററോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കണ്ടു, ഒന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയാമോ? അപ്പോൾ ആ സിസ്റ്റർ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ആദ്യത്തെ സംഭവത്തിൻ്റെ അപകടം ഒഴിവാകാൻ വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. സിസ്റ്റർ സാധാരണ എത്ര കൊന്തം ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാധാരണ 4 കൊന്തം എല്ലാറുണ്ട്, എന്നാൽ ഇന്ന് മുതൽ 5ാമത് ഒരു ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ അന്ന് മുതൽ 5ാമത് ഒരു ജപമാല കൂടി ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഈ സംഭവം കഴിഞ്ഞ് ഒരു 2.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളൊക്കെ നടത്തുന്നതാണ്. ഈ സിസ്റ്റർ ഹൗസിൻ്റെ ചാർജാണ്. അവർക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ അവർ ഈ സിസ്റ്റർ മോട്ടർ അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മോട്ടർ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുട്ടിയും കൂടെ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഈ മോട്ടറിൻ്റെ സ്വിച്ച് ഇരിക്കുന്ന കുളത്തിൻ്റെ ഉള്ളിലാണ്, കെട്ടാത്ത കുളമാണ്. സിസ്റ്റർ പതുക്കെ സ്റ്റെപ്പ് വെച്ച് അതിനെ താഴേക്ക് ഇറങ്ങി ഈ മോട്ടർ വരെ ആ സ്വിച്ചിലേക്ക് കൈ അങ്ങോട്ട് നീട്ടുകയും ആ സ്വിച്ച് ബോർഡിൻ്റെ പുറകിൽ വളഞ്ഞു കൊടുത്തിട്ട് മൂർഖം പാമ്പ് ചീറ്റിക്കൊണ്ട് പൊങ്ങി അങ്ങോട്ട് ചാടി. സിസ്റ്റർ പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ കൈ വലിച്ചതിന് മുമ്പ് തന്നെ പാമ്പ് എടുത്തി ആടി. പാമ്പ് ഈ സിസ്റ്റർ വലത് കൈയിൽ കയറി ഇങ്ങനെ ചുറ്റി, വലത് കൈയിൽ കയറി പാമ്പ് ചുറ്റിയതാ ഇങ്ങനെ പത്തിയും വിരിച്ചത് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ഞങ്ങൾ ഒന്ന് ഭാവനെ കണ്ടേ, വലത് കയ്യിൽ മൂർഖം പാമ്പ് കയറി ഇങ്ങനെ ചുറ്റിയിട്ട് പത്തി വെച്ചത് എങ്ങനെ നിൽക്കുക. ഈ സിസ്റ്റർ പെട്ടെന്ന് ഓർമ്മ വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ആ ദർശനം. ആ സിസ്റ്റർ അവിടെ നിന്ന് അമ്മേ പരിശുദ്ധി അമ്മയെന്ന് ഒറ്റ നിലവിളിയാണ്. എന്നിട്ട് എടുത്ത മുകളിലോട്ട് ചാടി വഴി സിസ്റ്റർ ബോധം കെട്ടുപോയി. ആ കുട്ടി പേടിച്ചോടി. എൻ്റെ സഹോദരങ്ങൾ എന്നിട്ട് പിന്നെ കുട്ടി മുകളിലോട്ട് ഓടി ചെന്ന ബാക്കി സിസ്റ്റർമാരൊക്കെ വിവരം അറിയിച്ച് അങ്ങനെ ഏതായാലും സിസ്റ്റർമാരെല്ലാം ഓടി കരഞ്ഞോട്ട് താഴേക്ക് വരുന്ന സമയത്ത് കണ്ട കാഴ്ച എന്നറിയാമോ? ഈ പാമ്പ് സിസ്റ്ററിനെ ചേർത്തൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതുപോലെ ഭയപ്പെട്ട് കിടക്കുകയാണ്. ചുറ്റിയ പാമ്പ് കടിച്ചേ പോകുമെന്നല്ലേ പഴമൊഴി. ഞാൻ തിരുത്തി പറയാണ്, ചുറ്റിയ പാമ്പ് കടിക്കാതെ പോകും. നിനക്ക് പരിശുദ്ധ അമ്മയുടെ ഭക്തിയോ സ്നേഹം ഉണ്ടെങ്കിൽ ആ സിസ്റ്റർമാരുടെ മാത്രമേ സമൂഹത്തിൽ ഒരുപാട് പേരുടെ വിശ്വാസം വർദ്ധിച്ചു. കാരണം ആദ്യം ഇങ്ങനെ ഒരു ദർശനം കിട്ടിയതുകൊണ്ട് സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിശ്വാസമായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഇത് തകർന്നോ തരിപ്പണമായി തീർന്നോ അല്ല. നോ, അമ്മമാര് മുൻകൂട്ടി കാണുന്നത് പോലെ പരിശുദ്ധ അമ്മ വന്ന് നിന്റെ ജീവിതത്തില് നിന്നെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുമെന്ന്
Praise the Lord. Praise the Lord. എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തി പിടിക്കുകയാണ്. അമ്മയെ പരിശുദ്ധ അമ്മ, അമ്മേനെ അമ്മയായി സ്വീകരിക്കുകയാണ്. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയാണെന്ന് ഏറ്റു പറയുകയാണ്. വിശുദ്ധാത്മാക്കൾ പറഞ്ഞതുപോലെ ഈ സെപ്റ്റംബർ മാസത്തിൽ, ഈ സെപ്റ്റംബർ 8 നോമ്പ് ഒരുക്കമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, കൈവിടാത്ത അമ്മേ, ദുഷ്ടനിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ, പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ, ഈ ലോകത്തിൽ കണ്ടുണ്ടാകാൻ പ്രാർത്ഥിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിന്റെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കരയറ്റണമേ. കൈകൾ ഉയർത്തി കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ കൂട്ടായ്മയിൽ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ അടുത്ത് ശതാധിപൻ വന്ന് എൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച ഭവനത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തിക്കൊള്ളാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ശരീര രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ വന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. ഉള്ളൊരുകെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു.